പറഞ്ഞതുപോലെ ജൊനാഥന്റെ പ്രേമം സ്ത്രീകളെക്കാൾ ഭയങ്കര രസമായിരുന്നാണ് ഈ ദാവീദ് ജൊനാഥനെ കുറിച്ച് പറയുമ്പോൾ പറഞ്ഞിരിക്കുന്നത്. സ്ത്രീകളുടെ പ്രേമത്തെക്കാൾ എന്നോട് ഭയങ്കര അഗാധമായിട്ടുള്ള പ്രേമമായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ ഇവന്മാരുടെ പരിപാടി എന്താ? അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നുണ്ട് കേട്ടോ. എന്നാലും ഇവര് രണ്ടുപേരും എന്താണെന്ന് അറിയില്ല. സിസ്റ്ററെ ഞാൻ വാക്യങ്ങൾ ചാറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അമാവാസ്യയാണെന്നുള്ളതും അമാവാസ്യയുടെ പിറ്റേ ദിവസമാണെന്നുള്ളതും 2 വാക്യങ്ങളെയും ചാറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഒന്ന് ഞാൻ പറഞ്ഞത് കേൾക്കാമോ? ഒറ്റ സെക്കൻഡ് ശിവജി, ഇതൊന്നും എടുത്തോട്ടെ. 20-ന്റെ 18 പിന്നെ 34 ഈ 2 വാക്യങ്ങളാണ് കേട്ടോ. അല്ല ഞാൻ ഈ ഇടയ്ക്കാണ് വേറൊരു കാര്യം ശ്രദ്ധിച്ചത് കേട്ടോ. മറ്റേ കബാല എന്ന് പറയുന്ന ഇവിടെ ഈ ഓർത്തഡോക്സ് ഹാസിഡിക് ജ്യൂസ് ഒക്കെ പ്രാക്ടീസ് ചെയ്യുന്നത് കബാലയാണ്. അപ്പൊ ഈ കബാലയില് ഈ ഷെക്കിന എന്ന് പറയുന്ന ഒരു ഫെമിനിൻ ഡൈറ്റിയെ ഉൾപ്പെടെ ഇവര് സെപ്പറേറ്റ് ആയിട്ട് ആരാധിക്കുന്നുണ്ട് കേട്ടോ. ഞാനത് ഇപ്പോഴാണ് നിങ്ങൾക്ക് ചിലപ്പോൾ നോട്ട് ചെയ്തിട്ടുണ്ടാവാം, പക്ഷെ ഞാനത് ഇടയ്ക്കാണ് അറിയുന്നത്. ഷെക്കിന മണ്ടേസത്തിയുള്ള സാധനമാണ് ശിവാജി. അത് ഒരു സ്ത്രീ ദേവതയുണ്ട്, ട്രിനിറ്റിയിൽ ഒരു സ്ത്രീ ദേവത, പരിശുദ്ധാത്മാവിന് പകരമായി. ഇവരുടെ ഒരു പ്രത്യേകത വെച്ചാൽ നമ്മുടെ ഈ താന്ത്രിക് ട്രഡീഷനിൽ പറയുന്ന പോലെ തന്നെ ഇവർക്കും ഈ ഷെക്കിന എന്ന് പറയുന്ന ഫെമിനിൻ ഡൈറ്റിയും പിന്നെ ഒരു മസ്കുലിൻ ഡൈറ്റിയും ഇത് സ്പിരിച്വൽ ആയിട്ട് തന്നെ ഇവർക്ക് പറയുന്നു. അതിന്റെ തമ്മിലുള്ള യൂണിയനാണ് ലിബറേഷൻ എന്നുള്ള തിയറിയൊക്കെ ഇവർക്കും ഉണ്ട് ഈ കബാലൈറ്റ്സിന്. മാത്രമല്ല വേറൊരു കാര്യം, അതിന് ഇവര് പറയുന്ന പേര് ശ്രദ്ധിച്ചു നോക്കണേ. പേര് തന്നെ സിവുഗ് എന്നാണ്. ZIVUG. അതാണ് യൂണിയൻ. ഇപ്പൊ നമ്മൾ ഈ യോഗ എന്ന് പറയുന്ന വാക്കിന്റെ വരുന്നത് യുജ് എന്ന് പറയുന്ന അങ്ങോട്ട് വാക്കിൽ നിന്നാണ് വരുന്നത്. അതിന്റെ അർത്ഥം യൂണിയൻ എന്നാണ്. ആദ്യം പറയുന്ന വാക്ക് തന്നെ സിവുഗ് എന്നാണ്. അപ്പൊ സിവ് എന്ന് പറയുന്നത് ശിവ് എന്ന് പറയുന്ന വാക്കിന്റെ ഷാ അവര് ഇസഡ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത് പലതും. അപ്പൊ അത് വാക്ക് തന്നെ നോക്കൂ, സിവുഗ് എന്നാണ് ആ പേര് തന്നെ കൊടുത്തിരിക്കുന്നത്. ഇതുപോലെ ഫെമിനിൻ മസ്കുലിൻ ഡൈറ്റീസ് കൃത്യമായിട്ട് ഡൈറ്റി വർഷിപ്പ് ആയിട്ട് അവർക്കുണ്ട്. അതിൽ മാത്രമല്ല ഇന്ത്യൻ ട്രഡീഷനിലെ താന്ത്രിക് ട്രഡീഷൻ പോലെ ഫെമിനിറ്റിക്കാണ് കൂടുതൽ പ്രാധാന്യം അതിനകത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പം ഇതെങ്ങനെയാണ് ഇത് ഇത്രയും സിമിലാരിറ്റി വരുന്നത്? ഈ ഒരു അതായത് മെയിൻ സ്ട്രീം യഹൂദ മതം അല്ല ഇത്. അതായത് മെയിൻ സ്ട്രീം യഹൂദ മതം എന്ന് പറയുന്നത് മണ്ടന്മാർക്ക് വേണ്ടി കൊടുക്കുന്നതാണ്. അത് പണ്ടും ലോകത്തെല്ലായിടത്തും ഇത് നടന്നിട്ടുണ്ട്. അതായത് ഈ എസോട്ടറിക് ആയിട്ടുള്ള സാധനങ്ങൾ കുറച്ച് എലൈറ്റ് ക്ലാസ്സുകൾ മാത്രം പ്രാക്ടീസ് ചെയ്യുകയും ജനറൽ സമൂഹത്തിന് ഏകദൈവം, പുസ്തകം, ഈ രീതിയിലൊക്കെ ഉള്ള ഈ പരിപാടികളൊക്കെയാണ്. അങ്ങനത്തെ ഒരു എല്ലാം സൃഷ്ടിച്ച ദൈവം എന്നുള്ള രീതിയിലുള്ള കൺസെപ്റ്റും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ. മറ്റേത് അങ്ങനെയല്ല. മറ്റേത് കൃത്യം നമ്മുടെ തന്ത്രത്തിന്റെ അതേ കൺസെപ്റ്റ് തന്നെ അതിൻ്റെ അകത്തിരിക്കുന്നത്. റാണിജി ഇത് നോട്ടീസ് ചെയ്തിട്ടുണ്ടോ? ആരെങ്കിലും നോട്ടീസ് ചെയ്തിട്ടുണ്ടോ ഇത്? ശിവാജി കേൾക്കുന്നുണ്ടോ? പറഞ്ഞാൽ കേട്ടായിരുന്നോ? കേട്ടു. ഓക്കെ. അല്ല, ശിവാജിക്ക് കേൾക്കുന്നുണ്ടോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു. ഞാൻ ഇടയ്ക്ക് വെച്ച് മൈക്കെടുത്തായിരുന്നു. അപ്പോൾ ശിവാജി ശിവാജി അന്നേരം കേൾക്കുന്നില്ലായിരുന്നു. ബാക്കി നോക്കിയായിരുന്നു. ഞാനത് നോക്കട്ടെ കേട്ടോ. ഞാനത് ശ്രദ്ധിച്ചിട്ടില്ല. ഞാൻ നോക്കട്ടെ കേട്ടോ. ഞാനത് പിന്നീട് നമുക്ക് നാളെ ഇത് സംസാരിക്കാം. എന്റെ ചോദ്യം അമാവാസ്യയുടെ ആ ഒരു പിന്നെ എന്താണ് പിറ്റേന്നും എന്നുള്ള രീതിയിൽ പറഞ്ഞിരിക്കുന്നതാണ് നോട്ടീസ് ചെയ്തത് അല്ലേ? അതെ. അതും പിന്നെ നേരത്തെ ചോദിച്ചൊരു കാര്യം ഉണ്ടായിരുന്നല്ലോ, അതേതായിരുന്നു? സെക്കൻഡ്, ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് ചാവുമെന്നാ തോന്നുന്നു. അതല്ല, ഇങ്ങനെ ഒരുപാട് ഉണ്ടെന്നേ, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് അത് മറ്റേ ഈ സൗളും ദാവീദും തമ്മിലുള്ള പരിചയം. ഓക്കെ, അതിന്റെ നോക്കാം. എന്തായാലും ഈ ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നതിന് മുൻപേ നമ്മള് മറ്റുള്ള ഒരു പ്രധാനമായിട്ടുള്ള മറ്റു പല കാര്യങ്ങളുണ്ട്. ഇതൊക്കെ വളരെയധികം നമുക്ക് കാണാൻ സാധിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഒരുപാട് പറയുന്ന കാര്യങ്ങൾക്കൊന്നും ഒരു തരത്തിലുള്ള ബന്ധവും നമുക്ക് കാണാൻ സാധിക്കില്ല. പല അബദ്ധങ്ങളും പല സ്ഥലങ്ങളിലും ഇഷ്ടംപോലെ വന്നിട്ടുണ്ടെന്നുള്ളതാണ്. ഇഷ്ടം പോലെ. ഇത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെന്താ പറയാ, അത് എഴുത്തിൽ വന്നിരിക്കുന്ന പിശക്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു കാര്യമാണ് ഈ രീതി.
അത് തന്നെയാണ് ഞാൻ പറഞ്ഞില്ലേ, ഇങ്ങനെയുള്ള മനഃപൂർവ്വം ഇവന്മാര് ഇത്തരത്തിൽ അബദ്ധങ്ങൾ വരുത്തി വെക്കുന്നുണ്ടെന്നുള്ളത്. ഇത് വിശ്വാസ പുസ്തകമല്ലേ? അപ്പൊ എന്താണ്, കൃത്യമായിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല. നമുക്കറിയാം, അതായത് കളവുകളൊക്കെ പറയുമ്പോ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞു വെച്ചാല് നാട്ടുകാർ പിന്നീട് ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കുമ്പോ അവർക്ക് ബുദ്ധി വെക്കുന്നറിയാം. അപ്പൊ എന്താണ്, അവരുടെ വിശ്വാസമൊക്കെ ഈ ഈ രീതിയിൽ പോകാനുള്ള സാധ്യതയുണ്ട്. ഇപ്പൊ എന്താണെന്നറിയോ, ഒന്നോ രണ്ടോ ഒന്നും അല്ല ഇവിടെ ഈ ഇത്തരത്തിൽ പിന്നെ ബൈബിളിലുള്ള വൈരുദ്ധ്യം വരുന്നത്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വരുന്നത്. അപ്പൊ അത്തരത്തിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് അതാണ്, ബൈബിളിന്റെ കാര്യത്തിൽ ഇത്തരത്തിലുള്ള അബദ്ധങ്ങൾ അവരവിടെ വച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ്, അല്ലെങ്കിൽ മനഃപൂർവ്വം അവർ അത്തരത്തിൽ എഴുതിയതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഇപ്പൊ നമ്മൾ പറഞ്ഞു കഴിയുന്ന നമ്മുടെ ഈ പിന്നെ എന്താണ് ആനിനെ പോലുള്ള ഒരു വ്യക്തിയോട് ചോദിച്ചാൽ അത് കുഴപ്പമൊന്നുമില്ല, അത് മനുഷ്യർ വരുത്തിയിരിക്കുന്ന ചിലപ്പം കോപ്പി ചെയ്തപ്പോഴോ അല്ലെങ്കിൽ ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോഴോ അങ്ങനെ വന്നിരിക്കുന്ന പെശകാണ് എന്നുള്ള രീതിയിൽ അവര് അവരുടെ വിശ്വാസത്തെ സംരക്ഷിക്കാനായിട്ട് നോക്കും. അതായത് വേറെ പണിയൊന്നും വേണ്ട. അതായത് വിശ്വാസത്തെ ഇങ്ങനെ ഊട്ടി ഉറപ്പിക്കാനായിട്ടാണ് ഇവന്മാര് എന്ത് ചെയ്യുന്നത്. അതായത് എന്ത് കെട്ട് കഴിഞ്ഞാലും അത്തരത്തില് ഇവര് ഇതിനെ ന്യായീകരിക്കാൻ പ്രേരിപ്പിക്കും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. അതല്ലാതെ ഈ ഇത്തരത്തിലുള്ള തെറ്റുകൾ മനഃപൂർവ്വം എന്തിനാണ് വരുത്തുന്നതെന്ന് ആലോചിച്ച് നോക്കി. എന്ത് പറഞ്ഞു കഴിഞ്ഞാലും ഇപ്പോ നമ്മള് പോളിന്റെ ഈ പച്ച നുണകള് അത്തരത്തിൽ നമ്മൾ പറഞ്ഞു വെക്കുമ്പോ എന്താ പറയണത്, അങ്ങനെയൊന്നും അത് കുഴപ്പമൊന്നുമില്ല എന്നുള്ള രീതിയിൽ. അപ്പൊ പോളിന്റെ പച്ച നുണകൾ പറഞ്ഞാലും അവർക്കത് കൺവിൻസിങ് ആവുന്നില്ല. അതുപോലെ തന്നെ ഒട്ടനേകം മറ്റുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാലും ഇവർക്കതൊട്ട് ഉള്ളിലേക്ക് എടുക്കുന്നില്ല. അവർ നേരെ മറിച്ച് എന്താണ്, അതിനെ പെയിന്റ് അടിക്കാനായിട്ട് അല്ലെങ്കിൽ അതിനെ മറികടക്കാനായിട്ട് അവരുടെ വിശ്വാസം സംരക്ഷിക്കാനായിട്ട് ഇവർ തന്നെ മുന്നിട്ടിറങ്ങുന്ന ഒരു കാഴ്ച നമുക്ക് വളരെ പരിതാപകരമായിട്ടുള്ള ഒരു ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. കണ്ടോ, പോൾ ഈസ് വെരി നൈസ്, എന്താ പറയണ്ടേ? അപ്പൊ ഇത്തരത്തിൽ നികൃഷ്ടനായിട്ടുള്ള പോളിനെ പോലും ഇത്തരത്തിൽ പെയിന്റ് അടിച്ചുകൊണ്ട് നടക്കാൻ അവരെ പ്രേരിപ്പിക്കാനായിട്ട് ഇതിന് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലാതെ വേറെ എന്താണ് വരാൻ അല്ല സിസ്റ്റർ, ഒറ്റ മിനിറ്റ്. പന്തേരി ഉണ്ടോ ഇവിടെ? പന്തു എന്താ പന്തേരി നേരത്തെ പറഞ്ഞ ഒരു കാര്യം എന്തായിരുന്നു, ഈ നമ്മുടെ ഈ പുള്ളിയുടെ പേരെന്തായിരുന്നു, ദാവീദിന്റെ കേസ്. അത് ഒരെണ്ണം ഇങ്ങനെ റൂത്തിനെ സംശയിക്കുന്നുണ്ട്. പക്ഷെ ഈ സ്ത്രീ വേറെ സ്ത്രീ അല്ലേ, അപ്പൊ